ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചമ്മനിൽ പോയിന്റ് പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെ വിളിച്ചതിന് ശേഷം ദേവു പറയുന്നുണ്ട് അരുണേട്ടനും അമ്മയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്ന് കാണാനായിട്ട്. രേവതി ചേച്ചി ഇവിടെ ഉണ്ടാവണമെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, പലതവണകളായിട്ട് അരുണേട്ടൻ വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തില്ല. അവസാനം അരുണേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ ഇന്ന് അമ്മയും കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ളത് എന്തായാലും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. ചേച്ചി ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാവണമെന്നൊക്കെ ദേവു പറയുമ്പോഴത്തേക്കും രേവതി ആകെ ഞെട്ടി നിൽക്കട്ടെ. കാരണം ഈ ഒരു കാര്യം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ രേവതി ഒരു അക്ഷരം പോലും മിണ്ടാതെ തന്നെ ദേവു പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ദേവു പറയാണ്, ചേച്ചി എത്രയും വേഗം ഇവിടെ എത്തണമെന്ന് പറയുമ്പോഴത്തേക്കും ആ ശരി എന്ന് പറഞ്ഞിട്ട് രേവതി കോള് കട്ട് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം രേവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമീനി എന്ത് പറയാം സച്ചിയാണ് കള്ളം പറഞ്ഞിട്ട് പോകാനും പറ്റും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ സാരല്ല, എന്തായാലും എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുന്ന് മാറാം, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഇത്ര ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ രേവതി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം, സച്ചിയായിട്ട് എനിക്ക് പുറത്തുനിന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇപ്പം തന്നെ പോകേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിന്നെയും കൂട്ടി ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു രേവതി, അവിടെ പോയിട്ട് നിനക്ക് പോയാൽ പോരെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി ഒന്ന് ഞെട്ടുവാണ്ട്. അതിനുശേഷം രേവതി പറയുന്നുണ്ട്, അത് വേണ്ട സച്ചിയേട്ടാ, ഞാൻ വന്നതിന് ശേഷം നമുക്ക് നാളെ വല്ലതും പോവാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, നാളത്തേക്ക് നീക്കി വെക്കുന്ന എന്തിനാ? ദേവുവിന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് എത്രയും വേഗം തന്നെ തീരുമാനം ഉണ്ടാക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രോക്കറൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അതേക്കുറിച്ച് അമ്മയോട് സംസാരിക്കാനായിട്ട് ഞാൻ എന്തായാലും പോകാനിരിക്കുകയാണ്, നിനക്ക് സമയമില്ല എന്നാണ് ഞാൻ തന്നെ പോയിക്കോളാമെന്ന് സച്ചി പറയുമ്പോഴത്തേക്കും രേവതി ഒരു പേടിയോടുകൂടി തന്നെ പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് വേണ്ട, എന്തായാലും ഇന്ന് പോകണ്ട, നാളെ ഞാനും കൂടെ ഉണ്ടായിട്ട് ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് സച്ചിയോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. രേവതിയുടെ ആ ഒരു ഭാവമാറ്റം എല്ലാം തന്നെ സച്ചി നോക്കി കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയെ ആന്റണി വിളിച്ചതിന് ശേഷം നവീൻ ദാസ് വീണ്ടും വന്നിട്ടുണ്ടെന്നും കുറച്ച് പണം ഏർപ്പാടാക്കി അവന്റെ കയ്യിൽ കൊടുത്താൽ മാത്രമേ അവൻ ഒതുങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇനി എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, എൻ്റെ അവസ്ഥ എനിക്ക് അറിയാലോ, എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ്, ഇപ്പം ആകെയുള്ളത് ഒരു ബ്യൂട്ടി പാർലർ മാത്രമാണ്, അവിടെ പോലും എനിക്ക് മര്യാദയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആന്റണിയുടെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രുതിയും ആന്റണി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ പുറത്ത് നിന്നുകൊണ്ട് വിമലാൻറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിമലാൻറ്റി ശ്രുതിയെ ആ വിരുന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആകെ അങ്ങ് തകർന്നു പോകുന്നുണ്ട്. അതിന് ശേഷം കോള് കട്ട് ചെയ്ത് ശ്രുതി നോക്കുമ്പോഴത്തേക്ക് വിമലാൻറ്റിയാണ് കാണുന്നത്. വിമലാൻറ്റി ഓടി വന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് വിമലാൻറ്റി പറയുകയാണ്, എന്തായാലും നിനക്ക് നേരത്തെ പറയുകയായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയായിരുന്നില്ലല്ലോ ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സച്ചി രേവതിയാണ്, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, അതൊക്കെ പോട്ടെ, ആദ്യം എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് ആദ്യം അവിടെ ഉണ്ട് മീരയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം കൂട്ടിക്കൊണ്ട് മീര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ ആദ്യം ഒരുപാട് പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, നീ എന്തായാലും നിനക്ക് എന്തായാലും അമ്മയുടെ കൂടെ എന്ന് നിൽക്കണമെന്നല്ല ആഗ്രഹം, ഒരു കാര്യം ചെയ്യാം, നിന്നെ ഇവിടുത്തെ സ്കൂളിലേക്ക് മാറ്റാം, ഇവിടെ തന്നെ ഒരു വാടക വീട് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യക്ക് വിമലയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് ശ്രുതി പറയുകയാണ്, ഇപ്പം മോന് സന്തോഷമല്ല, ഇനി മോൻ പോയി ഭക്ഷണം കഴിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ആദ്യയെ വിമലയെ അവിടെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. മീരയാണ് ശ്രുതിയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം, ശ്രുതി നിന്റെ ഈ ഒരു തീരുമാനം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞതിന് ശേഷം മീര അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അരുൺ അമ്മയും കൂട്ടിക്കൊണ്ട് ദേവുവിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അരുണിന്റെ അമ്മ പറയണം, വണ്ടി എന്തെങ്കിലും ഇവിടെ നിർത്തി ദേവുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, അവൻ നിന്നെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല, അതുകൊണ്ട് തന്നെ നീ ഈ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അരുണെ വണ്ടി ഇരുത്തിയതിന് ശേഷമാണ് കേട്ടോ അരുണിന്റെ അമ്മ വീട്ടിലേക്കായിട്ട് ചെല്ലുന്നത്. അവിടെ ചെന്നതിന് ശേഷം ദേവു എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ദേവു അരുണിന്റെ അമ്മയെ കാണുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതേ ഒരു സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് അരുണിന്റെ അമ്മയും പെരുമാറുന്നത്. അപ്പൊ ഈ ഒരു സമയം തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി അരുണിന്റെ അമ്മയെ വളരെ നല്ല രീതിയിൽ തന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മി വന്ന ഉടനെ തന്നെ ദേവുവിനോട് അകത്തേക്ക് കയറി പോകാനായിട്ട് പറയുന്നുണ്ട്. ദേവ് വളരെ ടെൻഷനോട് കൂടി തന്നെയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ലക്ഷ്മി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ മരുമകനല്ല മകൻ്റെ സ്ഥാനത്താണ് സച്ചി ഉള്ളത്, മാത്രമല്ല എൻ്റെ ഭർത്താവ് പോയതിനു ശേഷം ഇവിടുത്തെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന അവൻ തന്നെയാണ്, അവൻ്റെ വാക്കും മറികടന്ന് ഇവിടെ ആരും തന്നെ ചെയ്യുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ജീവിക്കേണ്ടത് അരുണും ദേവുവും തമ്മിലാണ്, അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, മാത്രമല്ല നിങ്ങളുടെ മരുമകൻ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് അരുണും ഇടപെട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല ആൻറ്റി, സച്ചേൻ്റെ ലൈസൻസ് കട്ടാനൊക്കെ ഉള്ള കാരണം ഉണ്ടാക്കിയ സച്ചേനൊന്നുമല്ല, അത് അരുൺ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അരുണിൻ്റെ അമ്മയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല കേട്ടോ. അതിനുശേഷം ലക്ഷ്മി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സച്ചി പറഞ്ഞ് തനിക്ക് നിങ്ങളുടെ മകനെ പറ്റി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു കാര്യം പറഞ്ഞു വരണ്ടല്ലോ, അവർക്ക് വേണ്ടി മറ്റൊരു കല്യാണം ആലോചന ഞാൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അരുണിൻ്റെ അമ്മയുടെ മുഖം വല്ലാതാകുന്നുണ്ട്. അതിലുപരി നമ്മുടെ ദേവു ആകെ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തെല്ലാം തന്നെ രേവതി ലക്ഷ്മിയെ തടയാനായിട്ട് സംസാരം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഇതേക്കുറിച്ചൊരു സംസാരം ഇത് ഇവിടെ വേണ്ട, ദേവുവിനെ മറന്നോളാൻ നിങ്ങളുടെ മകനോട് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അരുണിൻ്റെ അമ്മയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കളാതെ പോകാതെ തന്നെ
പറയാതെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ലക്ഷ്മി. അരുണിൻ്റെ അമ്മ വളരെ സങ്കടത്തോട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പെട്ടെന്ന് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണി അമ്മയെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവുവിന് ലക്ഷ്മി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തിനാ അമ്മ അവളിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത് രേവതി ചോദിക്കുന്ന നേരത്തും രേവതിയോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ലക്ഷ്മി പറയുന്നില്ല. ദേവ് വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മറന്നേക്ക്, ഈ ഒരു വിവാഹം നടക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ലക്ഷ്മി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ദേവു ആണെങ്കിൽ ഒരു ദയനീയ അവസ്ഥയിൽ തന്നെ രേവതിയെ നോക്കിയതിന് ശേഷം ഒന്നും മിണ്ടാനാകാതെ തന്നെ നിൽക്കാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് രേവതിയും ഉള്ളത്. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.